നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയ IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിന് പിന്നാലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. മേഘയുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്ന ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. സഹപ്രവർത്തകൻ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. മുറിയിൽ പോകുന്നുവെന്ന് പറഞ്ഞ മകൾ എങ്ങനെയാണ് റെയിൽവേ ട്രാക്കിൽ എത്തിയതെന്നും ഈ സമയത്ത് മകൾക്ക് വന്ന ഫോൺ കോൾ ആരുടേതായിരുന്നുവെന്നും പരിശോധിക്കണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു. സ്ഥിരം പോകുന്ന വഴിയിൽ റെയിൽവേ ട്രാക്ക് ഇല്ലെന്നും ഇത് മകളുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടാക്കുന്നുവെന്നും പിതാവ് ആരോപിച്ചു. 7 മണിയാകുമ്പോൾ ഷിഫ്റ്റ് കഴിയും. ഞാൻ റൂമിലേക്ക് പോവുകയാണ്. രാവിലെ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും വാങ്ങിപ്പോകും എന്നാണ് രാവിലെ ഫോണിൽ വിളിച്ചപ്പോൾ മേഘ മാതാപിതാക്കളോട് പറഞ്ഞത്. പിന്നീട് 10 മണിയായപ്പോഴാണ് ട്രെയിൻ അപകടം സംഭവിച്ചുവെന്ന് വിവരം കിട്ടുന്നത്. അപ്പോഴാണ് സംശയം വരുന്നത്. റൂമിൽ പോകുന്ന വഴിക്ക് റെയിൽവേ ട്രാക്ക് ഇല്ല. അകലെയുള്ള റെയിൽവേ ട്രാക്കിൽ കൂടി പോകണമെങ്കിൽ ആ സമയത്ത് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ സംശയം തോന്നി. റൂമിൽ പോകുന്നുവെന്ന് പറഞ്ഞ ശേഷമാണ് അവൾ റൂട്ട് മാറ്റിയത്. മൊബൈൽ ഫോണൊക്കെ പരിശോധിച്ച് എന്തെങ്കിലും അസ്വാഭാവികമായി നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും പിതാവ് പറഞ്ഞു. ജോധ്പൂരിൽ ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ വെച്ച് ഒരു കുട്ടിയുമായി സൗഹൃദമുണ്ടായിരുന്നുവെന്ന് മകൾ പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പത്തനംതിട്ട അതിരുങ്കലിലെ റിട്ടയർഡ് അധ്യാപകനായ മധുസൂദനന്റെയും കളക്ട്രേറ്റ് ജീവനക്കാരി നിഷയുടെയും ഏക മകളായിരുന്നു മേഘ. ചെറുപ്രായത്തിൽ തന്നെ മേഘയ്ക്ക് ജോലി ലഭിച്ചു. എന്നാൽ വിധി കാത്തുവെച്ചതും മറ്റൊന്നായിരുന്നു. മനസ്സിനെ വല്ലാതെ ഉലച്ച സംഭവത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരോട് പോലും ഉരിയാടാതെയാണ് മേഘ ജീവിതത്തിൽ നിന്ന് അകന്നുപോയത്. പഞ്ചാബിൽ വെച്ച് നടന്ന പരിശീലനത്തിനിടെയാണ് മലപ്പുറം സ്വദേശി യുവാവുമായി മേഘ അടുത്തത്. ബന്ധുക്കൾ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് മേഘയുടെ ഇഷ്ടത്തിനൊത്ത് നിൽക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ഇയാൾ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതായാണ് വിവരം. മേഘയുടെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നും മൊബൈൽ ഫോൺ കണ്ടെടുത്ത് കോൾ ലിസ്റ്റ് അടക്കം പരിശോധിച്ച ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരൂ എന്നും മേഘയുടെ പിതൃ സഹോദരൻ ബിജു പറഞ്ഞു. ജോലി കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് പോയ മേഘയെ കഴിഞ്ഞ ദിവസം ചാക്ക റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ തകർന്ന നിലയിലായിരുന്നു. സൈബർ പോലീസിന്റെ സഹായത്തോടെ ഫോണിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതോടെ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചേക്കും. അതേസമയം മേഘയുടെ മൃതദേഹം പത്തനംതിട്ട അതിരുങ്കലിലെ വീട്ടുവളപ്പിൽ ഇന്ന് ഉച്ചയോടെ സംസ്കരിച്ചു.